നിനക്ക് അല്പം ഉളുപ്പുണ്ടോ അപ്പോത്തുലിയ? ഒരു ദ്രവ്യദാസൻ യാതൊരു ഉളുപ്പുമില്ലാതെ വിശ്വാസികളുടെ മുന്നിൽ വന്നു നിന്ന് പറയുന്നത് കേൾക്കുക. ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല പോലും. ഇന്ന് എന്തെങ്കിലും ഫ്രീ ആയി കിട്ടുമോ, അതുകൊണ്ട് ദ്രവ്യദാസന്മാർക്കും കാശ് വേണമെന്ന്. നിനക്ക് സൗജന്യമായി ലഭിച്ചതൊക്കെയും സൗജന്യമായി കൊടുക്കുക എന്ന ആ വേദഭാഗം വായിച്ചിട്ടില്ലാത്ത ഈ അപ്പോസ്തലൻ, ഈ വചനത്തൊഴിലാളി എന്തുകൊണ്ടാണ് തങ്ങൾക്ക് പണം തരേണ്ടുന്നത് എന്ന് കാര്യകാരണം സമർത്ഥിക്കുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സൂപ്രണ്ടന്റ് TJ ശമുവൽ ആണ് കക്ഷി. ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല എന്ന് സകല ജനം അറിയണം. ഡോക്ടറെ കാണാൻ പോയാൽ പൈസ കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും പൈസ കൊടുക്കാതെ വല്ലതും ചെയ്തു തരുമോ? ഇല്ലല്ലോ. ഒരു ഫോം പൂരിപ്പിക്കാൻ ആരെങ്കിലും പൈസ കൊടുത്താലേ പറ്റുള്ളൂ. എന്താണ് ഭൂമിയിൽ ഫ്രീ ആയിട്ടുള്ളത്? ഒരു ഭയം ഫ്രീ അല്ല. ഡോക്ടർക്ക് അനുസരിച്ച് അതാത് ഉദ്യോഗസ്ഥനനുസരിച്ച് ശമ്പളം കൂടുതലും കുറവുണ്ട്. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? മനുഷ്യന്റെ ആത്മാവിന് ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? അതിനവർ ആത്മാവിന് വേണ്ടി യാചരിക്കണ്ടേ? അത് ഫ്രീ ആണോ? സുഖേട് വരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഇരിക്കട്ടെ. ചില കേസുകൾ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, പൊരുതി പ്രാർത്ഥിക്കേണ്ട കേസുകളുണ്ട്. ചിലത് ഭൂതശക്തികളുമായിട്ട് മല്ലടിച്ച് വേണം ചിലരെ വിടുവിക്കാൻ. നല്ലപോലെ തങ്ങളെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ. ഇതെല്ലാം ഫ്രീ ആണെന്നോ? ഡോക്ടർക്ക് പോയി പൈസ കൊടുക്കുമല്ലോ. 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? ദൈവം പറഞ്ഞ അല്ല. സകല ഇസ്രായേൽ ആര് കൊടുക്കണം? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല കൊടുക്കേണ്ടത്. ഏത് സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അത്രയും സഭയാണ് ആ ശുശ്രൂഷയുടെ വീടുണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് സഹായം ജനം ചെയ്തു കൊടുക്കണം. അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് പോലെ സഭയ്ക്കൊരു സഹായം ചെയ്തു കൊടുക്കണം. ഒരു ശുശ്രൂഷകന് രോഗം വന്നാൽ അതിന്റെ ചികിത്സയ്ക്ക് സഭ സഹായം ചെയ്യണം. ഒന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചു സുഖമാക്കണം, അല്ലേ നിങ്ങൾ അതിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം. ദ്രവ്യദാസനോട് ചോദിക്കുവാനുള്ളത്, തനിക്ക് പോരാടാൻ കാശ് വേണമെങ്കിൽ വല്ല കൊട്ടേഷൻ പണിക്ക് പോവുകയോ വല്ല തീവ്രവാദ ഗ്രൂപ്പുകളിൽ പോവുകയോ ചെയ്താൽ പോരായിരുന്നു. തന്നെ ആരെങ്കിലും ഈ പണിക്ക് നിർബന്ധിച്ചിരുന്നു? വചനം വിറ്റ് കാശാക്കുന്ന തന്നെ പോലെയുള്ള അപ്പോസ്തലന്മാരാണ് ക്രൈസ്തവ സമൂഹങ്ങളുടെ സകല വിലയും കളയുന്നത്. ദ്രവ്യാഗ്രഹം മൂത്ത തൻ്റെ മകൾക്ക് സംഭവിച്ചത് മറന്നിട്ടില്ലല്ലോ. വിശുദ്ധ വേദപുസ്തകം താഴെ വെച്ച് താൻ വല്ല തൂമ്പപ്പണിക്കും പോകുന്നതാണ് അന്തസ്. ദ്രവ്യദാസൻ ശമുവേലിന് അല്പം ഉളുപ്പുണ്ടാകുവാൻ ഇദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലെ വിശ്വാസികൾ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.